പഴയ പോരായെങ്കിലും പുതിയ പോരായെങ്കിലും ഉറുമ്പിനെയും ചതലിനെയും കൊണ്ട് ബുദ്ധിമുട്ടുന്ന കുറേ ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് അതിന് പറ്റിയൊരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇത് ഞാനൊരു കൊല്ലം മുമ്പ് ഒരു വീഡിയോ ഇട്ടതാണ്, ഭയങ്കര റിസൾട്ട് ഉണ്ടായിരുന്നു. അപ്പം രണ്ടാമത് ഞാൻ പുതിയ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. എങ്ങനെയുണ്ട് നമ്മളെ കഴിഞ്ഞ റിസൾട്ട്? കഴിഞ്ഞ ഒരു വീഡിയോ ഒരു പുതിയ വീടാണ്, അതിനുശേഷം ഒരു പഴയ വീട്ടിലും ചെയ്തിട്ടുണ്ടായിരുന്നു. വീടിന്റെ സീലിംഗിലേക്ക് വരെ ഭയാനകമായിട്ട് തന്നെ ചതിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ചെയ്തിട്ട് ഇന്നേക്ക് ഒരു വർഷത്തിന് മുകളിലായി. ഇന്നിപ്പോ കഴിഞ്ഞ ഒരു ദിവസം തന്നെ ആ വീട്ടിലേക്ക് പോയിട്ട് അതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഇതുവരെ അതിന്റെ ഒരു അംശം പോലും ഇപ്പൊ തിരിച്ചു വരികയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇവര് ചെയ്യുന്നതെന്ന് വെച്ചെങ്കിൽ പുതിയ പുര കെട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളെ പണി തീരുന്നതിന് മുമ്പേ അതിന്റെ പരിപാടി തുടങ്ങാം. പഴയ പുര ആണെങ്കിൽ ഒരു ദിവസം അല്ലേ? അതെ, 2 ദിവസം മാറി നിന്നെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ചതലിന്റെ ഉറുമ്പിന്റെ എല്ലാം പരിപാടീസിനെല്ലാം മരുന്ന് വെച്ച് തരും. ഇത് പിള്ളേർക്കോ അല്ലെങ്കിൽ വേറെ സൈഡ് എഫക്ട് ഇതിനെ കൊണ്ടൊരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ആ പണിയെടുക്കുന്ന സമയത്ത് നമ്മൾ ഡ്രില്ല് ചെയ്യുമ്പോൾ ആ പൊടിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ആ ഒരു ദിവസം നമ്മ വീട്ടുകാരോട് എന്തായാലും മാറി നിൽക്കാൻ പറയും. ചെറിയ ചെറിയ പ്രാണി കൂറെല്ലാം. അപ്പൊ ഇതിനെല്ലാം ബുദ്ധിമുട്ടുന്ന കുറെ ആൾക്കാരുണ്ട്. ചിലപ്പോൾ വുഡ് ഉണ്ടാവും, നമ്മളെ കട്ടില്, അലമാര, ഇതെല്ലാം ചതല് കൊണ്ടുവന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതൊന്നും ഇതിലിനി പോലെ അതിന്റെ ഒരു അടയാളം തന്നെ. ഇത് ഫുള്ള് ചതല് തിന്നിട്ട് ഇവര് പുറത്തേക്ക് മാറ്റിയതാണ്. ഇത് മൊത്തം ഒരു അലമാര മൊത്തം പുറത്തേക്ക് ഇട്ടതാണ്. നമ്മ ഇത് പഴയ വീടാണെങ്കിൽ നമ്മ 5 വർഷം കയറണം. പുതിയൊരു പണികൾ നടക്കുന്ന വീടാണെങ്കിൽ 10 വർഷം കയറേണ്ടി കൊടുക്കും. 10 കൊല്ലത്തേക്ക് അതിന്റെ ഇടക്ക് ഒരു ചതല് വന്നിട്ടുണ്ടെങ്കിൽ ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ ഇവര് വീണ്ടും അതേ പണി നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കും. അത്രക്ക് ഗ്യാരണ്ടിയിലാന്ന് പറയുന്നത് കേട്ടാ. ചതലും ഉറുമ്പെല്ലാം വരുന്നുണ്ടെങ്കിൽ ഇവർ ചെയ്ത് കഴിഞ്ഞിട്ട് പോയിട്ട് ഒരു ഉറുമ്പോ ചതലോ നിങ്ങളെ പേരയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് രണ്ടാമത് സർവീസ് ചെയ്ത് കൊടുക്കട്ടാ. എന്തായാലും നമുക്ക് ഇപ്പൊ ചെയ്യുന്നതിന്റെ സംഭവം എല്ലാം കണ്ടിട്ട് തരാം. ഈ മരുന്നിന്റെ അപ്പുറം വേറൊരു സാധനം കൂടി വെക്കുന്നുണ്ട്. ഇത് 3 കോട്ട് പിന്നെ ലിക്വിഡ് മരുന്ന് അപ്ലൈ ചെയ്തതിനു ശേഷം ഈ ചോക്ക് നമ്മൾ ഇതിന്റെ അകത്തേക്ക് ഇടും. ഇട്ടതിന് ശേഷം ഇത് ഫൈനൽ ക്ലോസ് ചെയ്യും അല്ലേ. പുതിയ കെട്ടുന്ന വീടുകളിൽ നമ്മൾ ചെയ്യല് ഇത് ഈ ഫ്ലോറിലാണ്. നമുക്ക് ഇതൊക്കെ ഗ്രാനൈറ്റ് എല്ലാം വിരിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇത് ഫ്ലോറിലെല്ലാം ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല. വുഡിനൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ കട്ടില വെച്ച പോർഷനിൽ ഇവിടെ ചോക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു കാസർഗോഡ് ജില്ലയിൽ ഏടെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കുന്ന പറയുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് വേണമെങ്കിൽ ആലോചിക്കാൻ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഫൈസൽ ചാ ഇന്റീരിയർ വർക്ക് ചെയ്യലുണ്ട്. 10-18 കൊല്ലമായിട്ട് ഇന്റീരിയർ വർക്കിന്റെ ഫീൽഡിലാണ്. അതുകൊണ്ട് ഏതെല്ലാം മൂലക്ക് എങ്ങനെയെല്ലാം ചതല് വരും ഉറുമ്പ് വരുന്നെല്ലാം മൂപ്പർക്ക് നന്നായിട്ട് അറിയാം. ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഇതിലും കൂടെ ഒക്കെ അറിയാല്ലേ. അപ്പൊ എന്താന്ന് വെച്ചെങ്കിൽ നിങ്ങൾ പുര കെട്ടുന്നുണ്ടെങ്കിൽ മാക്സിമം പുര കെട്ടുന്ന സമയത്ത് എങ്ങനെ ചെയ്യാം. ഇനി കെട്ടി കഴിഞ്ഞവരാണെങ്കിലും അതുപോലെ നല്ല അടിപൊളി കെയർ ആയിട്ട് ചെയ്തു തരും. ഇവരെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. വേണ്ടവർ വിളിക്കാട്ടോ. വിളിച്ചാൽ കിട്ടാത്തവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ. അപ്പോ അൽജു ട്രിക്സിന്റെ പേര് പറഞ്ഞാൽ നല്ല സ്പെഷ്യൽ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും. എന്റെ പേര് പറഞ്ഞിട്ട് ഡിസ്കൗണ്ട് വാങ്ങിച്ചവർ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ.